ഹലോ, നമ്മളന്നൊരു ഹെഡ് ബാൻഡ് ചെയ്തായിരുന്നല്ലേ പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാനത് ഷോർട്സ് ആയിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് മേക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഭയങ്കര സിമ്പിളാണ്. അതായത് ഞാനൊരു പിങ്ക് കളറുള്ള പൈപ്പ് ക്ലീനർ എടുത്തിരിക്കുന്നത്. ഇവിടെ പിങ്ക് ആൻഡ് പേർപ്പിൾ. പിങ്ക് വന്നിട്ട് നമ്മൾ നോർമലായിട്ട് ചുറ്റിച്ചുകൊണ്ടിരിക്കും, കംപ്ലീറ്റ് ചെയ്യുന്നത് ചുറ്റിച്ച്. പിന്നെ ബോ ആണ് ഞാൻ പർപ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും എടുക്കുക കേട്ടോ. നമുക്ക് നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള, അതായത് ഞാൻ കുട്ടികൾക്ക് ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നതാണ് ഇത്. കാരണം അവരിങ്ങനെ ഈ ഡിഫറെൻറ്റ് കളർ ഡ്രസ്സെല്ലാം ഇടുന്ന സമയത്തേ നമുക്ക് ഈ എന്താ പറയുക, ചില ഈ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ്സ് ഇടാനായിട്ട് കുട്ടികളെ ശരിക്കും മടി കാണിക്കും. എൻ്റെ അറിവിൽ ഒരുപാട് പ്രാവശ്യം ഇതുപോലെ എടുത്ത് മാറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡ്സ്, ഹെയർ ബോ അതുപോലെയൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്കത് ഒട്ടും ഒരു കംഫർട്ടബിൾ അല്ലാതെ അവരത് മാറ്റുന്ന ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ട്രയൽ പോലെ ചെയ്തതായിരുന്നു. ഇത് എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചുകൊണ്ട് ചെയ്തതല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു സക്സസ്സാണ്, അടിപൊളിയാണ്. കാരണം നമുക്ക് ഏത് ഡ്രസ്സ് ഇടുവാണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള കളർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ബോ ആണെങ്കിൽ സ്പെഷ്യലായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബോ ആണെങ്കിൽ ചെയ്യാം, ബട്ടർഫ്ലൈ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഏതാ ടെഡി വേണോ, പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം നമ്മുടെ ഐഡിയയിൽ വരുന്നു ആ ഐഡിയ വെച്ചിട്ടൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പറയുന്നത് പോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വയ്ക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഈ സാധനം റെഡിയാവും കേട്ടോ. അത്രയും ഇതാണ്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അതൊരു ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞത് വെയർ ചെയ്തിട്ട് തലയിൽ ഇട്ടിട്ടുള്ളൊരു വീഡിയോ കൂടെ, ക്ലിപ്പ് കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണിത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടാൻ തന്നെ കാരണം. ഷോർട്സ് അത്യാവശ്യം നല്ലോണം റീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് പൈപ്പ് ക്ലീനർ, അതൊരു ഒരു പൈപ്പ് ക്ലീനർ മൊത്തം ചുറ്റിച്ചു കൊടുത്തിട്ട് അടുത്തത് പൈപ്പ് ക്ലീനർ ചുറ്റിക്കുകയാണ് നമ്മൾ. അടുത്തത് ചുറ്റിക്കുന്ന സമയത്ത് നമുക്ക് നോർമലായിട്ട് ചുറ്റിക്കുകയാണെങ്കിൽ ചുറ്റിക്കാം, അല്ലെങ്കിൽ അവിടെ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് തുടങ്ങണമെങ്കിൽ തുടങ്ങാം. പക്ഷേ ഞാനിവിടെ ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, അങ്ങനെ തുടങ്ങി തന്നെ പോവുകയാണ്. പിന്നെ ഞാൻ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ആ ഹെയർ ബാൻഡിൻ്റെ അടിയിലായിട്ട് ബ്ലാക്ക് കളർ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, അത് ഞാൻ ആക്ച്വലി അങ്ങനെ വിട്ടത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കവർ ചെയ്യാം. ഞാനിതൊന്ന് അവർക്കൊരു അവധി ഇരുന്നോട്ടെ, പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമുക്ക് അവർക്ക് ഒരു പ്രശ്നം വരില്ല ആക്ച്വലി. അതൊരു പഫി മെറ്റീരിയൽ കൂടെ ആയതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും അവിടെ വരില്ല. അത് ഞാൻ പ്രോമിസ് തരാണ്. കാരണം ഞാനത് ട്രയൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇതെന്തായാലും ഞാൻ ഇനി കൂടുതൽ ഉണ്ടാക്കും. ഇത് ഈ ബോ വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈ, അതുപോലെ നമുക്ക് അവർക്ക് ഏതാ ഇഷ്ടമുള്ളത് വെച്ച് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ ഇനി വീഡിയോ ഉണ്ടാക്കും. കാരണം അത്ര നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് എനിക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. പർപ്പിൾ കളർ എടുത്തു. പർപ്പിൾ ആൻഡ് ബ്ലൂ, പിങ്ക് വന്നിട്ട് എനിക്ക് കുറച്ച് നന്നായിട്ട് ചേരുന്ന പോലെ ഫീലായി. അങ്ങനെയാണ് ഞാനിത് ചെയ്തത്. ഫസ്റ്റ് ഞാനിത് ട്രൈ ചെയ്തത്. എനിവേസ് നല്ലൊരു റിസൾട്ടായിരുന്നു. അപ്പോൾ വെരി സിമ്പിൾ ടു എന്താ പറയുക, ഉണ്ടാക്കാനും സിമ്പിളാണ്, തലയിലിടുമ്പോഴും അത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വലിയവർക്കാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ നല്ല ലുക്കാണ്. ഓക്കെ, ബോ ഫുള്ളായിട്ടുണ്ട്. ബോ ചെയ്ത് കഴിഞ്ഞു. എക്സസ് ഉള്ള ഭാഗം ഞാൻ കത്രിക വെച്ചിട്ടെല്ലാം മാറ്റിയിട്ടുണ്ട്. ദെൻ എൻ്റെ അടുത്ത് ഞാൻ നെറ്റിപ്പട്ടമെല്ലാം ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നെറ്റിപ്പട്ടത്തിലുള്ള കുറേ ബീഡ്സ് എല്ലാം ബാക്കി എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. കാരണം ഈ ഗോൾഡൻ ബീഡ്സ് ഇല്ലേ, അതിനകത്തുള്ള ഈ ഫില്ല് മെറ്റീരിയൽസ് അതെല്ലാം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. ചെറിയതും അതുപോലെ എല്ലാ സൈസുള്ളത് കാണും. അപ്പോൾ ഞാൻ ഈ ബോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ എന്താണ് നടുവിൽ ഫില്ല് ചെയ്യാൻ, ഒന്നുമില്ല ഞാൻ പേൾ പോലെ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇത് വെച്ചിട്ട് കവർ ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോൾഡൻ വെച്ചിട്ട് കവർ ചെയ്യണം. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് മൈൻഡിൽ വന്നാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ആ ഒരു ബീഡ്. അപ്പോൾ ഞാൻ അതുകൂടി ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രോപ്പർ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലുക്ക് വരാൻ പോകുന്നത്. അത് ചുമ്മാ ഒരു ഐഡിയ ആയിരുന്നു. ഇതിൽ എന്താ വെക്കുക എന്ന് ആലോചിച്ച് നോക്കിയപ്പോഴായിരുന്നു അത് ഓർത്തത്. അപ്പോൾ ഞാൻ എന്താ ബോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ആ ബോ വയ്ക്കാനായിട്ട് ഗം വെച്ച് ചെയ്യണം. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കറക്റ്റായി സ്റ്റിക്ക് ആവുന്ന പോലെയുള്ള ഗ്ലൂ. ഓക്കെ, അത് അറ്റാച്ച് കൊടുക്കാം. അറ്റാച്ച് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത പ്രൊസീജിയറായിട്ടുള്ള ബീഡെടുത്ത് വെക്കാൻ പോകുന്നത്. അതുകൂടി ആയത് ഇതിൻ്റെ കഴിഞ്ഞു. ജസ്റ്റ് വെരി സിമ്പിൾ എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. കാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി കൂടുതൽ ഉറപ്പായി നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെ ഉണ്ടാക്കി ചോദിക്കും, അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിക്കും. അപ്പോൾ പറയാം വാങ്ങിച്ചതല്ല ഉണ്ടാക്കിയതാണെന്ന് പറയണം. കാരണം വെറൈറ്റി ആയിട്ടുള്ളത് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഒരു ഇതില്ലേ, അതായത് നമ്മളായിട്ട് ഉണ്ടാക്കിയതും
അതിന് മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ വരുന്നതും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ ആ ഗോൾഡൻ ബീഡ് വെച്ചു, അതും ഇതുവരെ ഫെവി ബോണ്ട് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ, കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ഹെഡ് ബാൻഡ് കാണിക്കുവാണ്. സെയിം ഒരു കളർ തന്നെയാണ്, കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ താഴെ കുറച്ച് ബ്ലാക്ക് വിട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങനെ വിട്ടത് തന്നെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് വെക്കാം. അതിന് താഴെ സ്റ്റാർട്ടിങ് തന്നെ ഗ്ലൂ വെച്ച് തുടങ്ങാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രോപ്പർ റിസൾട്ട് വരുന്നത്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആ രീതിക്ക് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ എനിവേസ് അത് ഇങ്ങനെ തന്നെയാണെങ്കിലും നല്ലൊരു ലുക്കിലേക്ക് വരുള്ളൂ. അത് കാരണം അത്രയും നല്ലൊരു പെർഫെക്റ്റ് ഒരു ഐറ്റം തന്നെയാണ്. ഓക്കെ, ഞാൻ വേറെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടെ ക്ലിപ്പ് അവസാനം വരുന്നുണ്ട്. അതുകൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അത്രത്തോളം നമ്മളെടുത്ത ഒരു എഫേർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര എഫേർട്ടായിട്ട് എടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ ഒരു കാര്യം ഒരു പ്രൊഡക്റ്റ് ചെയ്ത് തീർക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു എന്താ പറയുക, എനിക്ക് അത്ര എഫേർട്ടൊന്നും വന്നതായിട്ട് തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ മേലെ ഇനി എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കും. കാരണം അത്രത്തോളം ഒരു പോസിറ്റീവ് റിസൾട്ട് വന്നതുകൊണ്ട് തന്നെയാണ്. ദർ വിൽ ബി മോർ വേർഷൻസ്. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് എനിക്ക് കൂടുതൽ തരാൻ പറ്റും. കാരണം ഒരുപാട് വ്യൂവേഴ്സ് പുറത്തുനിന്നും കാണുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ കേരളത്തിലോ ഇന്ത്യയിലോ ഒതുങ്ങിയിട്ടില്ല. ബ്രസീൽ, ജപ്പാൻ പറഞ്ഞ ഒരുപാട് വ്യൂവേഴ്സ് പുറത്തുനിന്നും വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും ഇതിൻ്റെ പുറത്ത് വീഡിയോസ് വരും. അത് നിങ്ങളുടെ